ഇന്നിതുവരെ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ആന എഴുന്നള്ളിപ്പിൽ കർശന നിലപാടുമായി ഹൈക്കോടതി. മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ. ആനകളെ ഉപയോഗിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സുരക്ഷ മുൻനിർത്തി ആനകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ആനയില്ലെങ്കിൽ ഹിന്ദുമതം ഇല്ലാതാവുമോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ആനപ്രേമികളെ കോടതി പരിഹസിച്ചു. ആനപ്രേമികൾ ചങ്ങലയിൽ ബന്ധനസ്ഥരായ ആനകളെ കണ്ടാണോ ആസ്വദിക്കുന്നത് എന്നായിരുന്നു കോടതിയുടെ പരിഹാസം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തൃപ്പൂണിത്തുറ ശ്രീപൂർണത്രയീശ ക്ഷേത്രത്തിൽ നിന്നാണ് വിഷ്ണു വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ദേവസ്വങ്ങൾ വലിയ പ്രതിഷേധമുയർത്തുന്നതിനിടെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് വ്യക്തമാക്കുന്നു കോടതി. ഒപ്പം അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, പരിഹാസങ്ങൾ ഉന്നയിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഈ തീരുമാനത്തെ ദേവസ്വങ്ങൾ കാണുന്നത് എങ്ങനെ? രജിത്ത, പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഹൈക്കോടതി ഈ നിർദ്ദേശങ്ങൾ പാലിച്ചേ മതിയാകൂ എന്നൊരു നിലപാട് എടുത്തത്. അതിരൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഒരു തരത്തിലും നേരത്തെ നിശ്ചയിച്ച നിർദ്ദേശങ്ങൾ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 3 മീറ്റർ അകലമാണ്. ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 മീറ്റർ അകലം പാലിച്ചേ മതിയാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ 9 ആനകളെ എഴുന്നള്ളിക്കാവൂ എന്നുള്ള കർശന നിർദ്ദേശവും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. ആനപ്രേമികളെ പരിഹസിക്കുന്ന നിലപാടാണ് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ചത്. ആനപ്രേമികൾക്ക് ചങ്ങലയിൽ ബന്ധനസ്ഥരായ ആനകളെ കണ്ടാണോ ആസ്വദിക്കേണ്ടത് എന്ന് ഹൈക്കോടതി ഇന്ന് ചോദിച്ചു. ആളുകളുടെ സുരക്ഷ, ഉത്സവം അല്ലെങ്കിൽ എഴുന്നള്ളിപ്പൊക്കെ കാണാൻ വരുന്ന ആളുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. അതിനെ മാനിക്കാൻ ദേവസ്വങ്ങൾ തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. നമ്മൾ അല്പസമയം മുമ്പ് ഈ ശ്രീപൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി വിധി മാനിക്കുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിക്കുന്നു. മുൻ വർഷങ്ങൾ പോലെ തന്നെ ഉത്സവത്തിന്റെ മാറ്റു കുറയാതെ ഉത്സവം നടത്തും. അതായത് ആ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും ഉത്സവം നടത്തുക എന്ന് ദേവസ്വങ്ങൾ പറയുന്നു. ഹൈക്കോടതി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ദേവസ്വങ്ങൾക്ക് മുൻപിൽ മറ്റു മാർഗങ്ങളില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുക ഇനി തൃശ്ശൂർ പൂരം അടക്കം അല്ലെങ്കിൽ മറ്റ് പൂരങ്ങൾ, വലിയ പൂരങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ആനകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും അതോടൊപ്പം ഈ 3 മീറ്റർ വീതിയുമെല്ലാം വലിയ പ്രതിസന്ധിയായി വരിക. അത് എങ്ങനെയായിരിക്കും ഇനി ദേവസ്വങ്ങൾ നേരിടുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ തുടർ നിയമ നടപടിയുമായി അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. റിജിത്ത്, വിഷ്ണു, സർക്കാരിന് മുമ്പിലേക്കും ഈ വിഷയം എത്തിയിട്ടുള്ളതാണ്. കോടതി ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇളവും ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും വിഷ്ണു? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ദുർഘടം പിടിച്ചതും പ്രതിസന്ധി നിറഞ്ഞതുമാണ് ഈ വാർത്ത, ഈ കോടതിയുടെ നിലപാട്. കാരണം തൃശ്ശൂർ പൂരം അടക്കം സർക്കാരിന് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ LDF സർക്കാരിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മറ്റൊരു സമാനമായ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തി നിൽക്കുന്നു. ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം, ദേവസ്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആന എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ഒരു വലിയ ആചാരപ്രകാരമുള്ള വലിയ ചടങ്ങ് കൂടിയാണ്. അതുകൊണ്ട് ആളുകൾ ഒരുപാട് പേർ കാണാനെത്തുന്നതാണ്. ഒരുപാട് ആനപ്രേമികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരെല്ലാം തൃപ്തിപ്പെടുത്തേണ്ട ഒരു ചുമതല ഈ ദേവസ്വങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആചാരത്തിന്റെ ഭാഗമായി ഇത്രയധികം ആനകളെ എഴുന്നള്ളിക്കണം എന്നൊരു ശാഠ്യം ദേവസ്വം ബോർഡ് കോടതിയിൽ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അതിനാണിപ്പോൾ ഹൈക്കോടതി വിലങ്ങുതടിയിട്ടിരിക്കുന്നത്. അത് പാടില്ല. ആനകളെ എഴുന്നള്ളിക്കുന്ന ആചാരപ്രകാരമാണെങ്കിൽ എന്തിനാണ് 15 ആനകൾ, 9 ആനകൾ മതിയാകില്ലേ എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. സർക്കാരിനോട് കൂടിയാണ് ആ ചോദ്യം. ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ നിന്നുള്ള മന്ത്രി K രാജനടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാർ നടത്തുമെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല, യാതൊരു തരത്തിലുള്ള ഇളവും നൽകാൻ കഴിയില്ല എന്ന നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് കോടതി. ഒപ്പം തന്നെ പൂരപ്രേമികൾക്ക് വിമർശനം, പരിഹാസമൊക്കെ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് ഗേറ്റ് അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. നവജാത ശിശുവിന് ഗുരുതരമായ വൈകല്യം കണ്ടെത്തിയ സംഭവത്തിൽ ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. അത് സ്കാനിങ്ങിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം നേരത്തെ അറിയിച്ചില്ല, അല്ലെങ്കിൽ കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടതാണ്. ലീഗിൻ്റെ അടക്കം പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 4 ഡോക്ടേഴ്സിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധം കൂടി ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത്. പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഗേറ്റ് അടച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണോ? എന്താണ് പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നത്? പോലീസ് സ്വീകരിക്കുന്ന സമീപനം എങ്ങനെ? TK റിജിത്ത്, മുസ്ലിം ലീഗിന്റെ STPയുടെയും പ്രതിഷേധത്തിന് ശേഷമാണ് പോലീസ് ഗേറ്റ് അടച്ച് തടഞ്ഞു.
തുടർന്ന് പ്രവർത്തകർ ഇതിന് മുൻപിൽ കുത്തിയിരുന്നും കിടന്നും പ്രതിഷേധിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുത്തിയിരുന്നും കിടന്നുമാണ് പ്രതിഷേധിക്കുന്നത്. നിരന്തരമായി ഈ ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുത്തിയിരുന്നും കിടന്നുമാണ് പ്രതിഷേധിക്കുന്നത്. നിരന്തരമായി ഈ ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ, അനാസ്ഥകളൊക്കെ തന്നെ ഉണ്ടാകുന്നു. അന്വേഷണം സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അന്വേഷണ റിപ്പോർട്ടുകളൊന്നും വെളിച്ചം കാണാറില്ല എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടെ 31-കാരി ആശ ശരത്ത് ഇവിടെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ചിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അനാസ്ഥകൾ ഉണ്ടാകുന്നു. അതിനകത്തുള്ള ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞിന് വൈകല്യത്തോടുകൂടി ജനിക്കുന്നത്. 9 മാസവും ചികിത്സ നടത്തിയത് വനിതാ ശിശു ആശുപത്രിയിൽ തന്നെയാണ്. ഇവിടെയുള്ള സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തിരുന്നു. ഇവർ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെ 2 സ്വകാര്യ ലാബുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ പക്ഷേ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ഇവിടെ അനാസ്ഥ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസിൽ നൽകിയ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് നിലവിൽ ഈ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ MLA-മാരടക്കം ഉണ്ടായിരുന്ന യോഗത്തിൽ നിലവിൽ ആലപ്പുഴ DMO ജമുന വർഗീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിഭാഗം ഡയറക്ടർ ഇത് സംബന്ധിച്ച് DMOയോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായ റിപ്പോർട്ട് ഈ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ സൂപ്രണ്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വാങ്ങിയ ശേഷമാണ് നിലവിൽ പ്രത്യേക ഒരു സമിതി കൂടി രൂപീകരിച്ച ശേഷം ആ തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രതിഷേധ പരിപാടി ഇവിടെ പുരോഗമിക്കുകയാണ്. റീജിത്ത്, ശരി. ആലപ്പുഴ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്ക് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാവുന്നത്. ആശുപത്രിക്കെതിരെ തുടർച്ചയായി ഉയർന്നു വരുന്ന ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, അതിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനം, ഏറ്റവും ഒടുവിലായി ഉയർന്നു വന്ന നവജാത ശിശുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിൽ ആ കുട്ടിയുടെ തുടർ ചികിത്സകൾ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. സംസ്ഥാനത്തെ ITIകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കി. പകരം പരിശീലന സമയം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ ഷിഫ്റ്റ് പുനഃക്രമീകരിച്ചു. ITI വനിതാ ട്രെയിനികൾക്ക് 2 ദിവസം ആർത്തവാവധിയും അനുവദിച്ചിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, പ്രധാന തീരുമാനമാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സലീം. റിജിത്ത്, സുപ്രധാനമായ 2 തീരുമാനമാണ് സംസ്ഥാനത്തെ ITIകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 8 ആഴ്ചകളായി സംസ്ഥാനത്തെ ITIകളിൽ KSU പഠിപ്പ് മുടക്കി വരികയായിരുന്നു. അതിൻ്റെ പ്രധാനമായും KSU ഉയർത്തിയിരുന്ന 2 ആവശ്യങ്ങൾ: ഒന്ന്, പഠന സമയം പുനഃക്രമീകരിക്കുക, ഒപ്പം തന്നെ നിലവിൽ ഉള്ള ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ തുടർച്ചയായ 8 ആഴ്ചകളിലെ പഠിപ്പ് മുടക്കിനൊടുവിൽ സർക്കാരും ആ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ITIകളിൽ ശനിയാഴ്ചയുള്ള പ്രവൃത്തി ദിനം അത് വലിയ വിവാദമായിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരാതി പറയുകയും ചെയ്തിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ITIകളിൽ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കുന്നത്. അത് മാത്രമല്ല, പഠന സമയം ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിനം ഒഴിവാക്കുന്നതോടുകൂടി നഷ്ടപ്പെടുന്ന പ്രവൃത്തി സമയം വീണ്ടും അത് റെഡിയാക്കുന്നതിനായി അതുമായി ബന്ധപ്പെട്ട ഷിഫ്റ്റ് സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 ഷിഫ്റ്റുകളായാണ് ഇനി ITIകൾ പ്രവർത്തിക്കുക. അതിലെ ആദ്യത്തെ ഷിഫ്റ്റ് രാവിലെ 7:30 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. രണ്ടാമത്തെ ഷിഫ്റ്റ് 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെ എന്നിങ്ങനെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആർത്തവാവധി എന്നൊരു തീരുമാനം കൂടി ITIകളിൽ കൊണ്ടുവരികയാണ്. 1 മാസം 2 ദിവസമാണ് ITIകളുടെ ട്രെയിനുകൾക്ക് ആർത്തവാവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ നിർണായകമായ 2 തീരുമാനങ്ങൾ ഇന്ന് കൈക്കൊണ്ടിരിക്കുകയാണ്. റീജിത്ത്, ശരി. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. ഡീസലിന് അധിക നിരക്ക് ഈടാക്കുന്നതിനെതിരെ KSRTC നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ബൾക്ക് പർച്ചേസിന് എണ്ണ കമ്പനികൾ അധിക നിരക്ക് ഈടാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കുന്നത് എന്ത്? അച്യുതൻ. റിജിത്ത്, ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ KSRTC ചൂണ്ടിക്കാട്ടിയ കാര്യമെന്നുള്ളത്, ഈ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ബൾക്ക് പർച്ചേസുമാർക്കുള്ള ഡീസൽ നിരക്ക് നിശ്ചയിക്കുന്ന രീതി അതറിയണമെന്നൊരു ആവശ്യം KSRTC മുന്നോട്ട് വച്ചു. എന്നാൽ അതൊരു അതിരുകടന്ന ആവശ്യമായിട്ടാണ് ബെഞ്ച്, അതായത് ജസ്റ്റിസ് JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ചില ആശങ്കകൾ കൂടി KSRTC അറിയിക്കുകയുണ്ടായി. അതായത് പ്രതിദിനം 4 ലക്ഷത്തിലധികം ലിറ്റർ ഡീസലാണ് തങ്ങൾക്ക് ആവശ്യമായി വരുന്നതെന്ന് അറിയിച്ചു. എന്നാൽ വിപണി വിലയെക്കാളും ഈ ലിറ്ററിന് 20 രൂപയോളമാണ് അധികമായി ഈടാക്കുന്നതും എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സുപ്രീം കോടതി ഈ KSRTCക്ക് അനുകൂലമായിട്ടൊരു വിധിയല്ല സ്വീകരിച്ചത്. മറിച്ച് ഈ ഹർജി തള്ളിക്കൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കാരണം
ഇതിൽ ഈ ബൾക്ക് പർച്ചേസിംഗ് നടത്തുമ്പോൾ പൊതുവെ ക്രെഡിറ്റ് ആയിട്ടാണ് ഇത്തരത്തിൽ ഡീസൽ വാങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട എണ്ണ കമ്പനികളുടെ അക്കാര്യത്തിൽ ഇടപെടാൻ മുതിരുന്നില്ല എന്ന സമീപനമാണ് സുപ്രീം കോടതി സ്വീകരിച്ചത്. ഒപ്പം തന്നെ അന്ന് ഇതിനു മുൻപ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്ന ഘട്ടത്തിൽ KSRTC അനുകൂലമായി സിംഗിൾ ബെഞ്ച് എടുത്ത തീരുമാനത്തെ സുപ്രീം കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എന്നുള്ളത് ഇത്തരത്തിൽ ഡീസൽ വില നിർണ്ണയത്തിൽ ഹൈക്കോടതിക്ക് ഇടപെടാൻ ഒരു കാര്യവുമില്ല എന്ന ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും KSRTCയെ സംബന്ധിച്ച് ഒരു തിരിച്ചടിയാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ ഭയപ്പെടേണ്ടെന്ന് ചെന്നൈ റീജിയണൽ മീറ്ററോളജിക്കൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലചന്ദ്രൻ. നാളെയോടെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും. അടുത്ത 2 ദിവസം ശക്തമായ മഴയുണ്ടാകും. Since movement was not there, the flow towards the system was not there, cloud formation was not there, so that also reduces the chances for the red alert to this one. That's why we reduced it. So North Tamil Nadu coast as well as Pondicherry and Karaikal, wind speed of the order of 45 to 55, just into 60 km/h, 65 km/h is likely to occur from tomorrow evening to 31st. We can expect the speed will slightly increase, and it will be 50 to 60, gusting to 70 km/h. Next to 24 hours, Delta districts and Chengalpattu, Viluppuram, this district 1 or 2 places, heavy rainfall is likely to occur. Tomorrow, Delta districts and we have the Viluppuram, Kadalur, Pondicherry and Chengalpattu, these areas 1 or 2 places extremely heavy rainfall. Tiruvallur, Chennai, Kanchipuram as well as Ariyalur, Tanjavur, 1 or 2 places heavy to very heavy. മുഹമ്മദ് റയീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റയീസ്, ഫിൻജാൽ തീരം തൊടുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് പൊതുവായി സ്വീകരിക്കുന്ന ജാഗ്രതാ വിലയിരുത്തലുകൾ ഏത് തരത്തിലാണ്? ജില്ലകൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ, മുൻകരുതലുകൾ എങ്ങനെയാണ് റയീസ്? റിജിത്ത്, എന്തായാലും ഫിൻജാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു ഇമേജ് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇത് എപ്പോൾ ഒരു ന്യൂനമർദ്ദം എപ്പോൾ ചുഴലിക്കാറ്റായി മാറും എന്ന കാര്യത്തിൽ ചില അവ്യക്തതകളും ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും നാളെയോടുകൂടി ഈ അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ ചുഴലിക്കാറ്റ് മറ്റന്നാൾ രാവിലെ ആയിരിക്കും തമിഴ്നാട്ടിലേക്ക് എത്തുക. ആ തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെയും അത് കാരയ്ക്കലിനും ഒപ്പം തന്നെ മഹാബലിപുരത്തിനും ഇടയിലായിരിക്കും കരതൊടുക എന്നുള്ളൊരു വിവരം കൂടി, സുപ്രധാനമായ വിവരമാണ്. അതുകൂടി ഈ നിമിഷം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു. ഒപ്പം തന്നെ വിൻഡ് ഷിയർ പ്രതിഭാസമുണ്ട്. അതായത് ഈ കാറ്റിൻ്റെ ഗതി മാറുകയും ഒപ്പം തന്നെ വേഗതയിൽ മാറ്റം വരുന്നതുമൊക്കെ ഈ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനെ അനുകൂലമായും പ്രതികൂലമായും ബാധിക്കാം. അപ്പോൾ എന്തായാലും നിലവിൽ ഈ ചുഴലിക്കാറ്റ് നാളെയോടുകൂടി രൂപപ്പെടും. മറ്റന്നാൾ രാവിലെ തമിഴ്നാട് തീരത്തെത്തുമെന്നാണ് പറയുന്നത്. പ്രധാനമായും ഈ കാവേരി ഡെൽറ്റ ജില്ലകൾക്കാണ്, തഞ്ചാവൂർ, നാഗപട്ടണം, തിരുവാരൂർ ഒപ്പം തന്നെ മയിലാടുതുറൈ ജില്ലകൾക്കാണ് പ്രധാനമായും ഈ 3 ദിവസവും കനത്ത മഴ ലഭിക്കുക. തമിഴ്നാട്ടിലാകെ ഒറ്റപ്പെട്ട നിലയിൽ അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക. പല ജില്ലകളിലും അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കടൽക്ഷോഭം അതിരൂക്ഷമായിരിക്കും. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകൾക്കും മറ്റുമൊക്കെ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിക്കണം എന്ന നിലയിലേക്കൊക്കെ ഇപ്പോൾ കളക്ടർമാരടക്കം സ്കൂൾ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നാളെ വൈകിട്ടോടുകൂടി അതിശക്ത മഴയ്ക്കായിരിക്കും തുടക്കം കുറിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പുതുച്ചേരി സർക്കാരായാലും തമിഴ്നാട് സർക്കാരായാലും വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയുന്നത്. ഫിൻജാൽ ചുഴലിക്കാറ്റ് തീരം തൊടുന്നതിന് മുന്നോടിയായി തികഞ്ഞ ജാഗ്രതയിലാണ് തമിഴ്നാട് പൊതുവായുള്ളത്. തീരമേഖലകൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നാളെ വൈകിട്ടോടുകൂടി മഴ അതിശക്തമാകും എന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിലെ സിനിമാ നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ്. 7 സ്ഥാപനങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. നടൻ സൗബിൻ സാഹിറിന്റെ പറവ ഫിലിംസ് കമ്പനിയിലും ആദായനികുതി വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, ഒരേ സമയം 7 സ്ഥാപനങ്ങളിൽ എവിടെയൊക്കെയാണ് റെയ്ഡ് നടക്കുന്നത്? IT-യുടെ ഈ നീക്കം എന്തിന്റെ അടിസ്ഥാനത്തിൽ? റീജിത്ത്, സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസ് അടക്കം കൊച്ചിയിലെ പ്രധാന 7 സിനിമാ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഉച്ച മുതൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത്. സൗബിൻ ഷാഹിറിന്റെ നിർമ്മാണ കമ്പനിയിൽ നേരത്തെ വിവിധ സിനിമകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണമിടപാടുകളുടെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും നേരത്തെ സൗബിനെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുകയും അടക്കം ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കൂടി ഈ നിർമ്മാണശാലകളിലേക്ക് പരിശോധനയുമായി എത്തുന്നത്. ചില നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ്
നിലവാരത്തിലാണ് നിലവിലെ പരിശോധന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറവ ഫിലിംസിന് പുറമെ കലൂർ പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഹൗസിലും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി യൂണിറ്റാണ് ഈ 7 സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുന്നത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള നികുതി വെട്ടിപ്പ് അടക്കം നടന്നിട്ടുണ്ടോ എന്നടക്കമാണ് പരിശോധന. ഇവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക ഇടപാടുകളും ഒപ്പം സാമ്പത്തിക സ്രോതസ്സും അടക്കം ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. രാത്രി വൈകിയും പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിരവധി പരാതികൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ശരി, അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തലസ്ഥാനമായ റാഞ്ചിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ സന്തോഷ് ഗംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. सत्य निष्ठा से करता हूँ कि सत्यनिष्ठा से प्रतिज्ञा करता हूँ कि उसे किसी प्रकार व्यक्ति या व्यक्तियों को तब के सिवाय ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്ത്യ സഖ്യ നേതാക്കളും ചടങ്ങിന്റെ ഭാഗമായിരുന്നു. വിവരങ്ങൾ എന്താണ്? തുടർഭരണത്തിന്റെ ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും ഹേമന്ത് സോറൻ അധികാരമേൽക്കുന്നു. വിവരങ്ങൾ അച്യുതൻ. റിജിത്ത്, ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായാണ് ഹേമന്ത് സോറൻ അല്പസമയം മുൻപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇത് 4ാം തവണയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഏറ്റവും ശ്രദ്ധേയമായത് റാഞ്ചിയിലെ ആ വേദി തന്നെയാണ്. കാരണം ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ആ വേദിയിൽ കാണാൻ സാധിക്കുമായിരുന്നു. കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, ആം ആദ്മിയുടെ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, RJD നേതാവ് തേജസ്വി യാദവ്, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, അങ്ങനെ നിരവധി ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം കൂടിയായി ആ വേദി മാറുകയായിരുന്നു. കൃത്യമായ സന്ദേശം കൂടി നൽകിക്കൊണ്ടുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സമാപിച്ചത്. എന്നാൽ മന്ത്രിപദത്തിലേക്ക് ആരും തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അത് നിലവിൽ ആ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അത് അന്തിമഘട്ടത്തിലാണ് എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. ആ ചർച്ചകൾ പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും മന്ത്രി സ്ഥാനത്തേക്ക് ഇനി സത്യപ്രതിജ്ഞകൾ നടക്കുക. എന്തായാലും നിലവിൽ ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. 81 നിയമസഭാ സീറ്റുകളിൽ 56 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയം നേടിയത്. റിജിത്ത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് കൊയിലാണ്ടി മുത്താമ്പി പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായി സംശയം. കൊയിലാണ്ടി പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ സംഭവം? ഇങ്ങനെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു എന്നൊരു സംശയം രൂപപ്പെടാനുള്ള സാഹചര്യം എന്താണ്? TK, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് അവിടെ മീൻ പിടിക്കുകയായിരുന്ന ആളുകൾ പോലീസിനെ ഈ വിവരം അറിയിക്കുന്നത്. കൊയിലാണ്ടി മുത്താമ്പി പുഴയിലാണ് ഒരാൾ ഒഴുക്കിൽപ്പെട്ടതായുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസും കൊയിലാണ്ടി ഫയർഫോഴ്സും സംയുക്തമായി പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. അല്പം മുമ്പാണ് പോലീസും ഫയർഫോഴ്സും ഈ സംഭവ സ്ഥലത്തെത്തിയത്. പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ഒരാളുടെ ചെരുപ്പ് ഈ പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ടു. പിന്നീട് ഒരാളുടെ കൈയും ആ വെള്ളത്തിൽ കണ്ടു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഇതൊരു സംശയം മാത്രമാണ്. അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. TK. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.